കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ മൈം ഷോ തടഞ്ഞതിൽ അധ്യാപകരെ സംരക്ഷിച്ച് DDEയുടെ റിപ്പോർട്ട്. കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. സംഘപരിവാർ അനുകൂല ദേശീയ അധ്യാപക പരിഷത്ത് അംഗം പ്രദീപ് കുമാർ, സുപ്രീത് എന്നിവർ മൈം ഷോ തടഞ്ഞു എന്നായിരുന്നു പരാതി. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, ഇപ്പോൾ DDEയുടെ റിപ്പോർട്ട് വരുമ്പോൾ അധ്യാപകരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് കടന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണോ? വെള്ളിയാഴ്ചയായിരുന്നു കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടന്നത്. ഈ കലോത്സവത്തിനിടെ ഗസയിലെ ജനതയുടെ ദുരിതം വിവരിക്കുന്ന ഒരു മൈം ഷോ നടക്കുന്നു. ആ മൈം ഷോ ഇടയിൽ കയറി അധ്യാപകർ കർട്ടൻ താഴ്ത്താൻ പറയുന്നതാണ് ഈ സംഭവം. എന്നാൽ DDE വിഷയത്തിൽ പ്രധാന അധ്യാപകന്റെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തി ആ മൊഴി ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ഈ കലോത്സവം നടക്കുന്നതിനിടയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പൂർണ്ണമായും കലോത്സവം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് അധ്യാപകരും അതുപോലെ പ്രധാനാധ്യാപകരും മൊഴി നൽകിയിട്ടുള്ളത്. അധ്യാപകൻ ഈ അധ്യാപകരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്തു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ആ കാര്യം തന്നെ DDE ആവർത്തിക്കുകയും ഈ ഫലസ്തീൻ അനുകൂല മൈം ഷോ തടഞ്ഞ അധ്യാപകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്ന് ഈ റിപ്പോർട്ടിന്റെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ഈ പ്രശ്നം വിദ്യാർത്ഥികൾ കലോത്സവത്തിനിടയിൽ പ്രശ്നമുണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രശ്നമുണ്ടാവുന്നത് അധ്യാപകർ ഈ മൈം ഷോ തടയുന്നതോടുകൂടിയാണ്. മൈം ഷോ തടഞ്ഞപ്പോഴാണ് വിദ്യാർത്ഥികൾ ഈ പൂർണ്ണമായും ഈ മൈം ഷോ അവതരിപ്പിക്കാനുള്ള അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ മൈം ഷോ തടഞ്ഞു എന്ന കാര്യം പൂർണ്ണമായും മറച്ചുവെക്കുകയും മൈം ഷോ തടഞ്ഞ വിഷയം പൂർണ്ണമായി മറച്ചുവെച്ചതിനു ശേഷം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ പോലീസിനെ വിളിക്കുകയും ആ ഘട്ടത്തിലാണ് പൂർണ്ണമായും കലോത്സവം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ അധ്യാപകർ ഈ മൈം ഷോ തടഞ്ഞ അധ്യാപകരെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പ്രധാനാധ്യാപകൻ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകരും അതോടൊപ്പം തന്നെ മൊഴി നൽകിയ അധ്യാപകരും സ്വീകരിച്ചത്. അത് തന്നെ ആവർത്തിക്കുകയാണ് DDE ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഫലസ്തീൻ അനുകൂല നിലപാടെടുക്കുന്ന കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഒരു തടസ്സവുമില്ല, അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. അതേ മൈം ഷോ തന്നെ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിൽ അവതരിപ്പിക്കാനുള്ള അനുമതി നൽകും എന്ന് കൂടി സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഈ മൈം ഷോ സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ പറയാതെ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ പ്രശ്നമുണ്ടായി എന്നും ആ പ്രശ്നത്തെ തുടർന്ന് കലോത്സവം പൂർണ്ണമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നും ആണ് ഇപ്പോൾ പ്രധാനാധ്യാപകൻ DDEക്ക് മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴി തന്നെ ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇതിൽ കൃത്യമായി അധ്യാപകരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് DDE എടുത്തിരിക്കുന്നത്.